റിയാസ് സലീമിന്റെ ഒരു വീഡിയോ കണ്ടിരുന്നോ? കണ്ടിട്ടില്ല, ഞാനിത് കേട്ടതേ ഉള്ളൂ. സ്പോക്ക് അബൌട്ട് യുവർ കിഡ്. ഐ വാസ് തിങ്കിങ് എന്താ ഓഡാസിറ്റി ഉണ്ടായത് പറയാൻ. പണ്ടേ അവൻ എന്നെ കണ്ടൂടാ, അവൻ എന്നെ പറ്റി വല്ല വിവരങ്ങളും പറഞ്ഞിട്ടുണ്ടാവൂലേ? എന്താ പറഞ്ഞേ? അതായത് ലക്ഷ്മിയുടെ മകൻ വളർന്ന് വലുതായി ഒരു ഗേ ആവുകയും ലക്ഷ്മി അവൻ കാരണം എമ്പതി പഠിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു ഗേ ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു അമ്മ ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് റിയാസ് സലീം ലക്ഷ്മിയെ കുറിച്ച് പറഞ്ഞു വെക്കുന്നത്. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. ഇപ്പൊ റിയാസ് പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു കാര്യത്തിലോട്ട് ആവുന്നുണ്ടെങ്കിലും ഐ വിൽ ബി ഹാൻഡ്ലിങ് ഇറ്റ് വിത്ത് എന്റെക്ക് പറ്റുന്ന അത്രയും മെച്യൂരിറ്റിയിൽ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നേ ഉള്ളൂ. ഇവനെ പോലുള്ള പബ്ലിക് ന്യൂസൻസുകളെ ഓൺ ദ സ്പോട്ടിൽ വെടിവെച്ച് കൊന്ന് ഇവന്റെ ഒക്കെ തല തെരുവ് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കണം. എന്തെങ്കിലും ഹേർട്ട്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് അത് ഏഷ്യത്തില്ല. ഓക്കെ, പ്ലീസ് ഡു ലെറ്റ് നോ ദാറ്റ്. കോട്ടെ സാരമല്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. ഒരു പരിധി വരെ ഫാൻ ബേസ് ഉണ്ടാക്കിയെടുത്തത് ആ ഒരു ഇല്ല ആയിരുന്നു. അത് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാൻ പേടിയുണ്ടായിരുന്നില്ലേ? പേടിയുണ്ടായിരുന്നില്ല. ഇങ്ങനെ തന്നെ വേണം. ഞാൻ പറഞ്ഞ കാര്യത്തിലാണ് ഞാൻ ഉറച്ചു നിന്നത്. അത് ഓപ്പോസിറ്റ് ആരും നിൽക്കുന്നു എന്നുള്ളതല്ല. ഐ ഡോണ്ട് ഹാവ് ടു ചേഞ്ച് ഫോർ എനിവൺ എൽസ്. വേർ എനിക്ക് ഞാനാവാനല്ലേ പറ്റൂ, അല്ലാതെ വേറൊരാളാവാൻ പറ്റത്തില്ല. ആര് വന്ന് മുന്നിൽ നിന്നാലും അതത്രേ ഉണ്ടാവുള്ളൂ. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? ഹോമോഫോബിക്സ് ഗ്രൂപ്പിന്റെ വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ലക്ഷ്മി ആ നിലപാടെടുത്തത് എന്നുള്ളത്. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. അപ്പം അങ്ങനെ ഒരു സപ്പോർട്ട് ഇവിടെ ഉണ്ടാകും എന്നുള്ളത് ഗസ് ചെയ്തിട്ടുണ്ടായിരുന്നിരിക്കില്ലേ? LGBTQA ഇപ്പം 2S LGBTQIA+++ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. നമ്മൾ ഈ പറയുന്ന ഈ ആദില നൂറ പോലത്തെ 2 ആൾക്കാർ ലെസ്ബിയൻ കപ്പിൾസ് മാത്രമല്ല ഇതിൽ വരുന്നത്. ഈ പ്ലസ്സിൽ ആൾക്കാർ ചിലപ്പോ ദേ ഐഡന്റിഫൈ ദെംസെൽസ് ആസ് കാറ്റ്, ആസ് ട്രീ. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇത് ആദ്യ. അപ്പോ ഒരാള് വേറൊരു ആനിമലിനെ കല്യാണം കഴിച്ചാലും വി വിൽ ഹാവ് ടു സേ യെസ്. മനസ്സിലാവുന്നുണ്ടോ? സോ അതെങ്ങനെ നമുക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റും? 100% ഞാൻ യോജിക്കുന്നു. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.